55. അമ്മ ഞാൻ ഭയങ്കര ടയേർഡാണ്. നമ്മളിപ്പം ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ബെഡ് കണ്ടാൽ മതി, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. എൻ്റെ രൂപം കണ്ടു. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി, പക്ഷെ എന്നാലും എനിക്ക് ഉറങ്ങണം, വീണ്ടും ഉറങ്ങണം. ഉറങ്ങാൻ മുഖ്യം, ഉറക്കം മുഖ്യം. വീട്ടിലെത്തി ഗൈസ്. നമ്മൾ ഇവിടെ വീട്ടിൽ കയറാൻ കീ ഇല്ല. കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മൾ. ഓ, ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു തോന്നുന്നു. എല്ലാവരും റോഡെല്ലാം വൃത്തിയേടായിപ്പോയി. ഇവിടെ ഹലോ ഗൈസ്, അപ്പം ഞാൻ കുളിച്ചു, ഫ്രഷൊക്കെ ആയി, ഭക്ഷണം കഴിച്ചു, ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നേക്കുവാണ്. എന്നിട്ടും എനിക്ക് എൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയേനെ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഐ തിങ്ക് ഞാൻ ഇതിന് മുന്നേ റീൽ ഇട്ടിട്ടുണ്ടാവും, ഇതുവരെ ഇട്ടിട്ടില്ല. സോ എന്തായാലും ഞാൻ അത് ഇടുന്നതായിരിക്കും. ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും സ്വാതിയും, അവിടെ ദുബായിൽ വെച്ചിട്ട്. ചെറിയ സർപ്രൈസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കൊടുത്തു. ബിക്കോസ് ഒന്നും നമുക്കൊന്നും അങ്ങനെ വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നലെ രാത്രി തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള ബർത്ത്ഡേ. ഇന്ന് നമ്മളെല്ലാവരും കൂടെ വൈകുന്നേരം ഒന്ന് ഫുഡ് കഴിക്കാൻ പോകാനൊരു പ്ലാൻ ഉണ്ട്. അത്രയേ ഉള്ളൂ ഗൈസ്. നാട്ടിലെത്തിയതിന് ശേഷം ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണ് ഇപ്രാവശ്യം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലോട്ട് പോയി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് അപ്പുറത്ത് തന്നെയാണ് മാമൻ്റെ വീട്. അവിടെ പോയി മാമിയും മാമനെയും എല്ലാവരെയും കണ്ടു, ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ എൻ്റെ കസിൻസിനെ മീറ്റ് ചെയ്തു. എല്ലാവരും വന്നിട്ടില്ല, ഇവൻ മാത്രമേ വന്നുള്ളൂ കോളേജ് കഴിഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവൻ്റെ അനിയനും കൂടെ വരും. അങ്ങനെ അവരൊക്കെ ആയിട്ടിരുന്നു സമയം സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങളിപ്പം റെഡി ആകാൻ പോവുകയാണ്. എവിടെയാണ് കഴിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതെനിക്കും ഒരു സർപ്രൈസാണ് സത്യം പറഞ്ഞാൽ. ആൻഡ് ഓൾസോ നമ്മൾ ചെറുതായിട്ടൊരു കുട്ടി കേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനല്ല, എൻ്റെ ചേട്ടൻ വരുന്നുണ്ട്. അയ്യോ വാവ്, ഇവിടെ DJ എഫക്റ്റാണ് ഗൈസ്. ഞാൻ അമ്മേനെ അവിടെ ഫോഴ്സ് ചെയ്ത് നിർത്തിയേക്കുവാണ് ഔട്ട്ഫിറ്റ് ചെക്ക് വന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് തല്ലി പിടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചുക്കുട്ടൻ വന്ന്, അവൻ്റെ സ്കൂളും പ്രാക്ടീസും എല്ലാം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായി. പക്ഷെ അവൻ എന്നിട്ട് വന്ന് ചോക്ലേറ്റ് കഴിക്കാനാന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ചേട്ടൻ വരാൻ വേണ്ടിയിട്ട്. ദെൻ വി വിൽ ഗോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനിപ്പോൾ റെഡിയായി. അങ്ങനെ വൈകാണ്ട് തന്നെ ചേട്ടൻ വന്നു വീട്ടിലോട്ട്, കേക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതുവരെയായിട്ട് അമ്മയ്ക്ക് അറിയില്ല കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ എന്നാലും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. കാരണം ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന അമ്മയ്ക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതെന്റെ ഫേവറേറ്റ് കേക്കാ. ഡ്രീം കേക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളിപ്പോ എവിടെ ഉള്ളത്? പഞ്ചാബ്. നമ്മൾ കാക്കനാട് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്, ഹോയ് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അവിടുത്തെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ലൈറ്റിങ് നല്ല അടിപൊളിയായിട്ടോ. അത് പറയാനില്ല, പറയാനില്ല. ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്, ക്രിസ്പി പാലക് ചാട്ട്.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സ്റ്റാർട്ടേഴ്സാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് മെയിൻ ഫുഡിനെക്കാളിലും. കാരണം വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലസ്സി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കൊരു മാംഗോ ലസ്സി ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് മാംഗോ ജ്യൂസ് കുടിച്ച ഒരു എഫക്റ്റ് ആയിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. സൂം ചെയ്ത് ഇതെല്ലാം സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ഇതെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ചിക്കൻ ആയിരുന്നു ഇത്. പിന്നെ ഇത് പനീർ ഞാൻ അത്ര വലിയ ഫാൻ അല്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പനീറാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ലൈക്ക് ഒട്ടും നമുക്ക് മനസ്സിലാവത്തില്ല. ഹേ ഗായ്സ്, സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ തിരിച്ചു വീട്ടിൽ പോവാ ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇന്ന് എന്തായിരുന്നു ഫ്രണ്ട്സ് അല്ല ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു? ഇന്നത്തെ വീഡിയോ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഇനി ഒന്നുമില്ല. ഇനി നമ്മളെല്ലാരും കയറി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇനി ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരും. സോ ടിൽ ദെൻ ബൈ, ടാറ്റാ.